സ്നേഹ മാം, രത്ന മാം റെഡി അല്ലേ? യെസ് മാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഓൾ ദ ഓക്കെ, ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യാം മാം. രത്ന മാം താങ്ക് യു. സ്റ്റാർട്ട് ചെയ്തോളൂ. വെൽക്കം. രത്ന മാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓഡിബിൾ അല്ലേ? രത്ന മാമിന് കേൾക്കുന്നില്ലേ? രത്ന മാം, സ്നേഹ മാം, ഞാൻ ഓഡിബിൾ അല്ലേ? ആ മാം, ഓഡിയബിൾ ആണ്. രത്ന മാമിന് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഷീസ് നോട്ട് റെസ്പോണ്ടിങ്. ആ, ഓക്കെ. മ്യൂട്ട് ആണോ? ഹലോ, അയ്യോ കേൾക്കുന്നില്ല കേട്ടോ. ഇപ്പം കേൾക്കാം. നോക്കട്ടെ, ഒരു മിനിറ്റ്. നോക്കട്ടെ. എന്താണ് കേൾക്കാത്തയോ? ഇപ്പൊ ഓഡിബിൾ ആണോ? ഞാൻ ഫോൺ വിളിച്ചപ്പോ രത്ന മാമിന് കേൾക്കുന്നുണ്ട്, പക്ഷെ അല്ലാതെ കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ രത്ന മാം? ഹലോ, ഹലോ, യെസ് ആ മാം. ഓക്കെ, കേൾക്കാം കേൾക്കാം. കേൾക്കുന്നുണ്ടോ? സോറി യെസ്. കേട്ടോ, ഇതില് മ്യൂട്ടിൽ കിടക്കായിരുന്നു തോന്നുന്നു. സോറി. It's okay. You can start. ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഐ ആം രത്നം ശ്രീകുമാർ. സോഷ്യൽ വർക്കറാണ്, അതുപോലെ കൗൺസിലറാണ്, ഒരു റെമഡിയൽ ട്രെയിനറുമാണ്. വിംബിളിന്റെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കുള്ള 1 hour വെബിനാറിന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാം ഉള്ളത്. വിംബിൾ അക്കാഡമി വളരെയധികം കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനും അതിൽ 1-2 കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മറ്റുള്ള കോഴ്സുകളിൽ നിന്ന് എനിക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത്, കോഴ്സുകൾ നമ്മൾ തിയറി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിംബിൾ അക്കാഡമിയിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരു പരിചയം നമുക്ക് കിട്ടുന്നുണ്ട്, എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് വിംബിൾ അക്കാഡമിയുടെ ഏറ്റവും വിജയകരമായ ഒരു ദൗത്യമായി തോന്നിയത്. ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 1 hour പ്രാക്ടിക്കൽ സെഷൻ, അതായത് വെബിനാർ നടത്തുന്ന സ്നേഹ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഉദ്ദേശം ഈ പ്ലാറ്റ്ഫോമിൽ. പാരന്റിങ് എന്നുള്ളത് ഒരു കുട്ടിയുടെ ഭാവി ഷെയ്പ്പ് ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരുടെ സ്നേഹവും അതുപോലെ കെയറും കരുതലും ഗൈഡൻസും കിട്ടുന്ന കുട്ടികൾ തീർച്ചയായും ഭാവിയിൽ അവരുടെ സക്സസ്ഫുൾ ലൈഫ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പാരന്റിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോസിറ്റീവ് പാരന്റിങ്, നർച്ചറിങ് കോൺഫിഡൻറ്റ് ആൻഡ് റെസ്പോൺസിബിൾ ചിൽഡ്രൻ എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് സ്നേഹ മാം ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സ്നേഹ മാം ഒരു സോഷ്യൽ വർക്കറും കൗൺസിലറുമാണ്. കോഴിക്കോട് ഗ്രാമനിർമ്മാണ സമിതിയിലെ കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്ററാണ്.
അതുപോലെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന കുടുംബശ്രീ യൂണിറ്റിലെ കമ്മ്യൂണിറ്റി കൗൺസിലറാണ്. മാം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSW ബിരുദം നേടിയിട്ടുണ്ട്. സ്നേഹ മാമിനെ വിംബിളിന്റെ ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതോടൊപ്പം തന്നെ എന്നെ ഇതിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വിംബിൾ അക്കാഡമിയുടെ കോർഡിനേറ്റേഴ്സിനോട് എൻ്റെ അഗൈതവുമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു മാം. മാം സ്റ്റാർട്ട് ചെയ്തോട്ടെ അർച്ചന മാം? യെസ് സ്നേഹ മാം, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നേഹകാവ്യ. ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. നിലവിൽ വിംബിൾ അക്കാഡമിയുടെ ട്രെയിനേഴ്സ് പ്രോഗ്രാമിലെ ഒരു ട്രെയിനിയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്നും, യോജിക്കുന്നില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നോ എന്നും മെൻഷൻ ചെയ്യാം. അപ്പം എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പാരന്റിങ് ആണ്. പക്ഷേ ഇതിന് നമുക്ക് എവിടുന്നും പ്രത്യേകിച്ചൊരു ട്രെയിനിങ് ഒന്നും ലഭിക്കുന്നുമില്ല. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്നും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്നും ടൈപ്പ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, കുറെ ആൾക്കാർ യെസ്സും നോയും ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം കണ്ടതൊക്കെ യെസ് ആണ്. അപ്പം ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ടോപ്പിക് ഇതാണ്: പോസിറ്റീവ് പാരന്റിങ്, നർച്ചറിങ് കോൺഫിഡൻറ്റ് ആൻഡ് റെസ്പോൺസിബിൾ ചിൽഡ്രൻ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ തുടങ്ങുമ്പം അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സെഷന്റെ ഉദ്ദേശ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒന്ന്, എന്താണ് പോസിറ്റീവ് പാരന്റിങ് എന്ന് നമ്മൾ പഠിക്കും. രണ്ടാമത്തത്, കുറച്ച് നമ്മൾ പാരന്റിങ്ങിനായിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടെക്നിക്സ്. അതെന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആ ഒരു ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്താണ് പോസിറ്റീവ് പാരന്റിങ്? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ കൊടുക്കുന്ന ഒരു നിർവചനം എന്താണ് പോസിറ്റീവ് പാരന്റിങ്ങിന്? ഹലോ സ്നേഹ മാം, ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ സാർ, പറഞ്ഞോളൂ. എൻ്റെ പേര് അനസ് എന്നാണ്. പോസിറ്റീവ് പാരന്റിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെ നമ്മൾ പാരന്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ യെസ്. ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസിനെ എല്ലാം ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി അപ്രോച്ച് ചെയ്യുന്നതാണ് എന്ന് ഒറ്റ വാക്കിൽ വേണേൽ സൂചിപ്പിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഇനി താങ്ക് യു. വേറെ ആരെങ്കിലും? എല്ലാവർക്കും അഭിപ്രായം പറയാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള നിർവചനം കാണും.
ആരും ഇല്ലേ? ഓക്കെ, ഞാൻ ആ ഓക്കെ സർ. പോസിറ്റീവ് പാരന്റിങ് എന്നുള്ള അതിനോട് ആ വേർഡ് മിസ്നോമറാണ്. ആ കൂടി ശരിക്കും പറയേണ്ടത് റൈറ്റ് പാരന്റിങ്, റോങ് പാരന്റിങ്, അത്രയേ ഉള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ല, ഓക്കെ റൈറ്റ് പാരന്റിങ്, റോങ് പാരന്റിങ്. ഓക്കെ. ലവ്, റെസ്പെക്ട്, ഡിസിപ്ലിൻ, ഗൈഡൻസ് എന്നീ കാര്യങ്ങളുടെ ആകെത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഒരു പാരന്റിങ്ങിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അതൊരു പോസിറ്റീവ് പാരന്റിങ്, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ റൈറ്റ് പാരന്റിങ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളെ മക്കളോട് നമ്മളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം അവരുടെ പാരന്റ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഇപ്പൊ നിങ്ങളെ മക്കൾ നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്റെ പാരന്റ് ഇങ്ങനെയാണ് എന്ന് പറയാൻ എങ്ങനെയാണെന്ന് പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് പോസിറ്റീവ് പാരന്റിങ് ആണെന്ന് തന്നെയാണ് പറയാൻ താല്പര്യം മാം. ഓക്കെ ഓക്കെ, എല്ലാ പാരന്റ്സിന്റെയും ആഗ്രഹം അത് തന്നെയായിരിക്കും അല്ലേ? അപ്പം പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതിന് ഒരിക്കലും നമ്മൾ പോസിറ്റീവ് പാരന്റിങ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നോ പറയാണ്ടിരിക്കുക, അതിന് നമുക്ക് ഒരിക്കലും പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം പോസിറ്റീവ് പാരന്റിങ്ങിന് 5 പില്ലേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ലൈഫിൽ സുരക്ഷിതത്വം തോന്നുന്നത് എപ്പോഴാണ്? നമ്മളെ ആരെങ്കിലും സ്നേഹിക്കാനുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സുരക്ഷിതത്വം തോന്നുന്നത്. അപ്പം ആ ഒരു സ്നേഹം എങ്ങനെയായിരിക്കാൻ പാടില്ല? എന്തെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാൻ പാടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കുട്ടി വിചാരിക്കുകയാണ് എൻ്റെ പാരന്റ്സ് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മാർക്ക് കിട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ നല്ല ബിഹേവിയർ ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു സ്നേഹത്തിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പം കുട്ടിക്ക് ഫീൽ ചെയ്യണം എൻ്റെ പാരന്റ്സ് എന്നെ സ്നേഹിക്കുന്നത് ഞാൻ അവരുടെ കുട്ടിയായതുകൊണ്ടാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലാണെങ്കിലും, പാരന്റ്സും കുട്ടിയും തമ്മിലാണെങ്കിലും, അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിലാണെങ്കിലും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. രണ്ടാമത്തത് ലിസൺ ബിഫോർ യു കറക്റ്റ്. നമ്മൾ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അവരെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവർക്ക് കൂടുതലായിട്ടും ഈ അഡ്വൈസിനേക്കാളും അവരിഷ്ടപ്പെടുക എന്താണ്? നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് വളരെയധികം അവർക്കൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് തോന്നാം. ഉദാഹരണത്തിന് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് സംഭവിച്ചത്. അപ്പൊ അതവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, നിനക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ നിന്നെ സഹായിക്കാൻ സാധിക്കും. ഓക്കെ, മൂന്നാമത്തത് പോസിറ്റീവ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനും പണിഷ്മെന്റും ഒന്നാണോ? നോ മാം. അല്ല. ഓക്കെ, അപ്പം നമ്മളിപ്പം ടീച്ചിങ്ങില് പണിഷ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികളിൽ ചിലപ്പോൾ എന്തുണ്ടാക്കും? ഒരു ഫിയർ ഉണ്ടാക്കും അല്ലേ? അതേപോലെ തന്നെ ഡിസിപ്ലിൻ എന്ത് ചെയ്യും? ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് റെസ്പോൺസിബിലിറ്റി. ഉദാഹരണത്തിന് ഇപ്പം ഒരു കുട്ടി വീട്ടില് പാരന്റിന്റെ അടുത്ത് ചോദിക്കുകയാണ്, മൊബൈലിന് ചോദിക്കുമ്പം നമുക്ക് എന്തു പറയാം? ഒന്നുകിൽ പാരന്റിന് പറയാം തരില്ല എന്ന് പറയാം,
അല്ലെങ്കിൽ എങ്ങനെ പറയാം, മൊബൈൽ ഫോൺ തരാം, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത് ഞാൻ തരാം, ഒരു 10 മിനിറ്റ്, ഒരു ഹാഫ് ആൻ അവർ കുട്ടി ചോദിച്ചാല് തരാം. പക്ഷെ അത് എന്താണ്, നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരാം. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടി എന്ത് പഠിക്കും? കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ പഠിക്കുന്നുണ്ട് അവിടെ. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. മൂന്നാമത്തത് പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, നാലാമത്തത് എൻകറേജ് ഇൻഡിപെൻഡൻസ്. എൻകറേജ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കുട്ടികളെ നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാം. ഉദാഹരണത്തിന് ഇപ്പം 3 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് എന്ത് പറയാം, നിന്റെ കളിപ്പാട്ടങ്ങൾ കളിച്ചു കഴിഞ്ഞതിന് ശേഷം നീ തന്നെ തിരിച്ചു വെക്കണം. പിന്നെ ഇപ്പം 6 to 10 years ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് പറയാം, നിന്റെ സ്കൂൾ ബാഗ് നീ തന്നെ പാക്ക് ചെയ്യണം. അത് തലേ ദിവസം പാക്ക് ചെയ്യണം, പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ പാക്ക് ചെയ്യണം, അത് നീ തന്നെ ചെയ്യണം എന്ന് പറയാം. പിന്നെ 11 to 15 years ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് നമുക്ക് എന്ത് പറയാം, കിച്ചണിൽ സഹായിക്കാൻ പറയാം, അല്ലെങ്കിൽ അവരെ സ്റ്റഡി ടൈം, അവരെ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവരുടെ അടുത്ത് നമുക്ക് പറയാം. അഞ്ചാമത്തത്, കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആവാൻ പാരൻസ് ശ്രദ്ധിക്കുക. ബി എ റോൾ മോഡൽ ഫോർ യുവർ ചൈൽഡ്. അതാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം വീട്ടില് പാരൻസ് ആരോടെങ്കിലും ഉച്ചത്തിലോ അല്ലെങ്കിൽ ഉറക്കിയോ ദേഷ്യത്തിലോ സംസാരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, കുട്ടികളും അത് അനുകരിക്കും. ചിലപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഷൗട്ട് ചെയ്ത വ്യക്തി, പാരന്റ് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ച വ്യക്തിയെ കുട്ടികൾ കാണുമ്പം ചിലപ്പം നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിയോട് റിയാക്ട് ചെയ്തത് അത് ആ കുട്ടി നോക്കി വെക്കുകയും അതേപോലെ തന്നെ കുട്ടി തിരിച്ച് ആ വ്യക്തിയുടെ അടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ കുട്ടിയും എന്ത് ചെയ്യും, അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും. പിന്നെ പാരൻസ് ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. നമ്മൾ പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പാരൻസ് ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ്? ആർക്കെങ്കിലും പറയാമോ? കമ്പാരിസൺ. യെസ്, ഫസ്റ്റ്. ഓക്കെ, കമ്പാരിസൺ. പിന്നെ നമ്മള് കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഒരു മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പം അടുത്തുള്ള ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക്, നമ്മളെ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ചോദിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നമ്മൾ ചോദിക്കും. പിന്നെയോ, പിന്നെ അവരോട് നമ്മൾ എന്താണോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നത്. ഉദാഹരണം, യെസ്, ഹസ്ബൻഡ് വൈഫ് കറക്റ്റ്. എന്ന അതൊരു ഫോൺ യൂസ്. കൺസിസ്റ്റൻസി ഇല്ലാത്ത, യെസ് റൈറ്റ് ആണ് അത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, അവരിൽ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. പാരന്റ് എൻ്റെ അടുത്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവരത് ചെയ്യുന്നു. അപ്പൊ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ വരും. പിന്നെ ടു മച്ച് ക്രിറ്റിസിസം. എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് എപ്പോഴും അപ്പം അവരെ ഉള്ളിലുള്ള കോൺഫിഡൻസ് കുറയും. നമ്മൾ എന്ത് ചെയ്യണം, അവരൊരു ഇൻഡിവിജ്വൽ ആണ്, അങ്ങനെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ അഭിപ്രായത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം അവർക്ക് അവരൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പരിഗണന ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അവർ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവും. പിന്നെ ഇപ്പൊ നമുക്കാണെങ്കിലും എപ്പോഴും ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല, നമുക്കത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും. പിന്നെ
ഓവർ പ്രൊട്ടക്ഷൻ അതും കുട്ടികൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പാരൻസ് ചെയ്യുന്ന മിസ്റ്റേക്സ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ. നമുക്ക് എങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പോസിറ്റീവ് പാരന്റിങ്ങിന് നമ്മളെ വീടുകളിൽ? നമുക്കറിയാം, ഫാമിലി എന്ന് പറയുന്നത് ആദ്യത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്നാണ് നമ്മൾ നമ്മളെ ആദ്യത്തെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്, അല്ലെ? നമ്മളെ പാരൻസ് ആണ് നമ്മളെ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. മാതാപിതാക്കളാണ് നമ്മളെ ഫസ്റ്റ് ടീച്ചേഴ്സ്. അവരിൽ നിന്നാണ് നമ്മൾ സ്കൂളിൽ പോകുന്നതിന്റെ മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളെ പാരൻസിന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഒരു പോസിറ്റീവ് പാരന്റിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ വീടുകളിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു കുട്ടി ഇപ്പം ഒരു എക്സാമിൽ ഒരു കുട്ടി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം രണ്ട് രീതിയിൽ പാരൻസിന് അതിനെ അപ്രോച്ച് ചെയ്യാം. ഒരു കുട്ടി നമ്മുടെ മക്കളുടെ പരാജയത്തെ രണ്ട് രീതിയിൽ പാരൻസിന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു കുട്ടി പരാജയപ്പെട്ടു കഴിഞ്ഞാലും ചിലപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പാരന്റ് ആണെങ്കിൽ എന്തു പറയും? ഓക്കെ, നീ നന്നായിട്ട് ശ്രമിച്ചു, പക്ഷെ ഈ പ്രാവശ്യം നിനക്ക് കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിട്ട് ശ്രമിക്കാം, ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയും. നേരെ മറിച്ച് ഒരു നെഗറ്റീവ് തോട്ട് ഉള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പാരന്റ് ആണെങ്കിൽ എങ്ങനെ പറയും? നീ എഫേർട്ട് ഇടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നീ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, നിനക്ക് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം അതെന്ത് ചെയ്യും? കുട്ടിയുടെ ഉള്ളിൽ ഒരു നെഗറ്റീവായിട്ട് കുട്ടി ലൈഫിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താണ്, നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. ഒരു ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ്, ഒന്ന് കുട്ടി മെന്റൽ ഡിപ്രഷൻ വരും, മാനസികമായിട്ട് വളരെയധികം പ്രശ്നം ഉണ്ടാകും. പിന്നെ കുട്ടിക്ക് ചിലപ്പം നമ്മൾ ഒരുപാട് കേസുകൾ കൊടുത്തിട്ട് സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫാമിലിയിലുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പം പാരൻസിന്റെ അടുത്ത് നിന്നും സിബ്ലിങ്സിന്റെ അടുത്ത് നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മൾ കൂടുതലും പാരൻസ് എങ്ങനെയാണ് സ്ക്രീൻ ടൈം, പാരൻസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാരൻസ് ചിലപ്പം ഓഫീസുകളിലായിരിക്കും. പക്ഷെ വൈകുന്നേരം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ നമ്മളെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ടൈം കുറച്ചിട്ട് നിങ്ങൾക്ക് ഡൈനിങ് ഹാളിൽ ഒരുമിച്ചിരുന്നിട്ട് ഫാമിലി മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അപ്പം അതൊരു വീട്ടിൽ ചില മുതിർന്ന ആൾക്കാരുണ്ടാകും, അവരുടെ അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പം ഇതൊക്കെ കൂടുതൽ സമയം, എത്ര സമയം നിങ്ങൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഫാമിലി ഗ്യാതറിങ്സിൽ ഒക്കെ പങ്കെടുക്കാം. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു പാരന്റിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കും. പിന്നെ ക്വാളിറ്റി ടൈം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരുമിച്ച് കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് പുറത്തു പോവാം. അത് ചിലപ്പം ലോങ് ലീവ് എടുത്തിട്ട് പോകാം. ചിലപ്പം ചില പാരൻസിന് ഒട്ടും സമയം കാണില്ല, തിരക്കായിരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ സമയം കണ്ടെത്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അവരുടെ കൂടെ ചിലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
നമ്മൾ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മൾ വെക്കുന്ന സമയത്ത് കുട്ടി വളർന്നു വരുന്ന സമയത്ത് അതെന്താവും, കുട്ടികളിൽ ചിലപ്പം ആ നിയന്ത്രണങ്ങൾ അവർക്ക് അത് ഓവർ ആയിട്ട് ഇത് ചെയ്യുമ്പം അത് ചിലപ്പം അതിനെ ചിലപ്പോൾ കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യില്ല, ഓവറായിട്ടുള്ള നിയന്ത്രണങ്ങൾ. അതിപ്പം വളർന്നു വരുമ്പം ചിലപ്പം എന്തായിരിക്കും, കുട്ടികൾക്ക് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഓക്കെ, ഓവറായിട്ട് ചിലപ്പം വീടുകളിൽ കൺട്രോൾ ഉള്ള കുട്ടികൾ വളർന്നു വരുമ്പം ചിലപ്പോൾ അവർക്കത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അവർ കുറച്ചും കൂടെ ഇമ്പൾസീവ് ആയിരിക്കും. അത് അവർ ചിലപ്പം എന്താണ് ഒരു ഇതിന്റെ ഒരു പ്രശ്നത്തിന്റെ കോൺസിക്വൻസസ് ഒന്നും ചിന്തിക്കാതെ അവർ ചിലപ്പം ആ പ്രശ്നത്തിലോട്ട് അവർ എടുത്തു ചാടും. അപ്പം ഓവറായിട്ടുള്ള അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളും പാടില്ല. അപ്പം അത് ചിലപ്പം കുട്ടികളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കുട്ടികളെ. അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പം വീടുകളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇപ്പം ഒരു നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരെന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം ആദ്യം അത് പറയുന്നത് പാരന്റിന്റെ അടുത്തായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ പലപ്പോഴും ഓരോ ഏജ് എത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളെ ഹഗ് ചെയ്യാൻ മറന്നുപോകും. അപ്പൊ നിങ്ങൾക്ക് അവരെ ഹഗ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു വാംത്ത്, അവർക്ക് ഒരു അഫെക്ഷൻ അവർക്കത് ഫീൽ ചെയ്യും. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. പിന്നെ നമ്മളെ കുട്ടികളിലുള്ള പല പല കഴിവുകളുണ്ടാവും അവരിൽ. അത് നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി, ചിലപ്പം ചില പാരൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവര് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ കുട്ടിക്ക് കഴിവുണ്ടാവും. ചിലപ്പം ചില പാരൻസ് അത് എന്ത് ചെയ്യില്ല, എൻകറേജ് ചെയ്യില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പഠനത്തിന് ചെലവഴിക്കുന്ന സമയം കൂടെ ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത് കൊണ്ട് അവർക്ക് മാർക്ക് കുറയും എന്നുള്ള കാരണത്താൽ ചില പാരൻസ് അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നതിനോട് യോജിക്കാത്ത പാരൻസ് ഉണ്ട്, താല്പര്യം കാണിക്കാത്ത, എൻകറേജ് ചെയ്യാത്ത പാരൻസ് ഉണ്ട്. ചിലപ്പം ചില പാരൻസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു 9th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഒരു 10th എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറയും. എന്നിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. പക്ഷെ ചിലപ്പം കുട്ടിയുടെ ആഗ്രഹം ആ ഒരു ഫീൽഡിൽ കുറച്ച് അവരാഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരാനായിരിക്കും അവരാഗ്രഹിക്കുന്നത്. പക്ഷെ പാരൻസിന്റെ നിർബന്ധം കൊണ്ട് ചിലപ്പോൾ അവർക്ക് ചിലപ്പം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അവർക്ക് പഠിക്കേണ്ടി വരാം, അല്ലെങ്കിൽ അവരിഷ്ടമില്ലാത്ത കോഴ്സുകൾക്ക് ചേരേണ്ടി വരും. ചിലപ്പം അവരെന്താണ് പരാജയത്തിലോട്ടെത്തും. അവരാഗ്രഹിച്ച രീതിയിലുള്ള ഒരു കോഴ്സ് ആയിരിക്കില്ല അവർ തിരഞ്ഞെടുത്തത്. പക്ഷെ അതിനവര് പാരൻസ് ചിലപ്പോൾ ഫോഴ്സ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ആ കോഴ്സിന് പോയിട്ടുണ്ടാവുക. പക്ഷെ പാരൻസ് പ്രതീക്ഷിച്ച റിസൾട്ടും കിട്ടില്ല. കുട്ടികൾ എഫേർട്ട് ഇട്ടാലും ചിലപ്പോൾ അവർക്ക് അത് അത്രയും ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് കാണൂല. അപ്പം എല്ലാ പാരന്റും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടി എന്താണ് എന്നുള്ളത് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം എന്ന് പറയും പോലെ തന്നെ നമ്മളെ കുട്ടി എങ്ങനെയാണ്, നമ്മളെ കുട്ടിക്ക് എന്താണ് താല്പര്യം, അല്ലെങ്കിൽ പിന്നെ അവന് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണ് എന്നുള്ളത് എല്ലാ പാരൻസും അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാണ്ട് നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ചില പാരൻസ് ഉണ്ട്, അവർക്ക് ആകാൻ പറ്റാത്ത കാര്യം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ മോനിലൂടെയോ മോളിലൂടെയോ എനിക്ക് നേടിയെടുക്കണം എന്നൊക്കെ പറയുന്ന പാരൻസ് ഉണ്ട്. പക്ഷെ അതൊരിക്കലും നല്ലൊരു റിസൾട്ട് കിട്ടില്ല. അതൊരു നല്ലൊരു പറയുക, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റേ അത് ഉണ്ടാക്കുള്ളൂ. അപ്പൊ കുട്ടികളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഓരോ പാരന്റും തിരിച്ചറിയണം. അവരെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ കഴിയുന്നതും വർക്കിംഗ് പാരൻസ് ആണെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ
എന്താണ് അവരെ ഫ്രണ്ട്സ്, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങളെ കുട്ടികളുടെ ഫ്രണ്ട്സിനെ ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ഉള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പം ഒരു റെഗുലർ കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കെങ്കിലും വേണം ആരൊക്കെയാണ് നമ്മളെ മക്കളെ ഫ്രണ്ട്സ്. പിന്നെ എപ്പോഴും ഇങ്ങനെ അവരെ എന്താണ് എപ്പോഴും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, ഇവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല. അപ്പൊ നമ്മുടെ മക്കള് ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ഫ്രണ്ട്സ് എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ബോധം ഇന്നത്തെ കാലത്ത് പാരന്റ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഒരുപാട് കുട്ടികൾ ലഹരിക്കൊക്കെ അടിമയായി മാറുന്നുണ്ട്. അതിലിപ്പം ഒരു ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ല. ഇപ്പം നമുക്ക് അതിലൊരു എന്താ പറയാ ജെൻഡർ അങ്ങനെ ഇല്ല. ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല ലഹരി ഉപയോഗിക്കുന്നതിൽ. ഇപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നിരവധിക്ക് അടിമകളാകുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അത് നമ്മൾ ചിലപ്പം വീട്ടില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഈ ഡിസ്ക്രിമിനേഷൻ എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും, വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പം സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതെങ്ങനെയാണ്? ചിലപ്പം എന്തു പറയും, നീ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവനൊരു ആൺകുട്ടിയാണ്, അതുകൊണ്ട് അവൻ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നുള്ളത്, അങ്ങനെയൊക്കെ പറയും. ഉദാഹരണത്തിന് ഇപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികളോട് പറയും, എന്ത് പറയും, ചിലപ്പം പെൺകുട്ടിയുടെ അടുത്ത് പാത്രം കഴുകി വെക്കാൻ പറയും, ചിലപ്പം ആൺകുട്ടിയുടെ പാത്രം അമ്മ തന്നെ കൊണ്ടുപോയി കഴുകി വെക്കും. ഇപ്പം എല്ലാ വീടുകളിലും അതൊക്കെ മാറി വരുന്നുണ്ട്, ആ ഒരു സിസ്റ്റം ഒക്കെ എല്ലാ വീടുകളിലും മാറി വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക വീടുകളിലും രാവിലെ കുട്ടി എഴുന്നേറ്റ് വരുമ്പം കുട്ടികൾ കാണുന്ന എന്താണ്, അച്ഛൻ ടി വി കാണുന്നു അല്ലെങ്കിൽ പത്രം വായിക്കുന്നു, അമ്മ അടുക്കളയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ലഞ്ച് ഉണ്ടാക്കുന്നു, കുട്ടികളെ സ്കൂളിൽ അയക്കുന്നു. അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് ഓരോ കുട്ടിയും അത് ഫാമിലിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ശരിക്കുള്ള ചിത്രം അവര് കണ്ട് മനസ്സിലാക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വീട്ടിൽ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പാരന്റ് പറയും, നീ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് കരയാൻ പാടില്ല, നീ ഒരു പെൺകുട്ടിയായ അവളൊരു പെൺകുട്ടിയല്ല അതുകൊണ്ട് അവള് കരഞ്ഞോട്ടെ. അല്ലെങ്കിൽ ആൺകുട്ടിയായ നീ ചിലപ്പം ചില ആൺകുട്ടികൾ പറയും, എനിക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടിയാണെന്ന് പറയുമ്പം ചില പാരന്റ്സ് പറയും, ആൺകുട്ടികൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടി ഉണ്ടാവാൻ പാടില്ല, പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തേണ്ടതായിട്ടുണ്ട്, കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം. ആ ഒരു ബഹുമാനം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വി ഹാവ് ടു റെസ്പെക്ട് ഈച്ച് അതർ. അത് പിന്നെ അതൊരു എന്താണ്, ജെൻഡറിന്റെ അടിസ്ഥാനത്തിലാവാൻ പാടില്ല. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർക്ക് അവരെ അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളുടെ വീടുകളിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഇപ്പം സ്കൂളിലെ കുട്ടികളുടെ നമ്മളെ മക്കളുടെ ടീച്ചേഴ്സുമായിട്ട് പാരന്റ്സ് റെഗുലറായിട്ട് കോണ്ടാക്ട് വെക്കണം. അവർക്ക് എന്തൊക്കെയാണ് അവരെ പഠന കാര്യങ്ങളിലുള്ള ഇത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ അവര് എന്താണ് ഓവറായിട്ട് അവരെ ടീച്ചേഴ്സിനെ വിളിച്ച് അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്. എന്നാലും ഒരു നമ്മളെ മക്കളെ ടീച്ചേഴ്സുമായിട്ടൊക്കെ നമുക്കൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ചില പാരന്റ്സ് ഉണ്ട് മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും അറിയാത്ത പാരന്റ്സ് ഉണ്ട്. അതായത് ചില പാരന്റ് ചിലപ്പം അമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ചിലപ്പം ചില വീടുകളിൽ അച്ഛന്മാർക്ക് അറിയില്ലായിരിക്കും, ചില വീടുകളിൽ ചിലപ്പം പല തിരക്കുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ ടീച്ചേഴ്സായിട്ടും അവര് പഠന കാര്യങ്ങളിലും ഒക്കെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് അവർക്കൊരു എന്താണ് ബേർഡൻ ആയിട്ട് തോന്നാൻ പാടില്ല. അതവരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പാരന്റ്സ് കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതവരെ നല്ലൊരു നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റുന്ന അത് ഒരുപാട് സഹായിക്കും. അതായത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ഏറ്റവും വിലയേറിയ സമ്മാനം കളിപ്പാട്ടോ പൈസയോ ഒന്നുമല്ല. അവർക്ക് ലഭിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സിന്റെ സമയം, സ്നേഹം, ശ്രദ്ധ, പ്രോത്സാഹനം എന്നിവയാണ്. അപ്പം കുട്ടികൾക്ക് അവർക്ക് സ്നേഹം ലഭിക്കുന്നുണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്, അവർക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് വളരും. അതേപോലെ തന്നെ അവര് എന്താണ്
റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. അവർ കമ്പാഷനേറ്റ് ആയിട്ടുള്ള അഡൽട്സ് ആയിട്ട് മാറും. അപ്പം ഓരോ പാരന്റും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അവരെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതെന്താണ്, നമുക്ക് വളരെയധികം നമ്മളെ വളർന്നു വരുമ്പം അതിന്റെ എന്തെങ്കിലും ഒരു എഫക്റ്റ് നമ്മളെ ലൈഫിൽ ഉണ്ടാവും. നമ്മളെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ ചിലപ്പം ഉദാഹരണത്തിന് ബ്രോക്കൺ ഫാമിലി, അച്ഛനും അമ്മയും പിരിഞ്ഞു താമസിക്കുന്ന അല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളിൽ വളരുന്ന കുട്ടികൾക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ ആ കുട്ടികൾ കടന്നുപോകും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളും തുറന്നു പറയാൻ ഫാമിലിയിൽ ഓൾറെഡി പ്രശ്നങ്ങളാണ്. അപ്പം അവർക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അവർക്ക് അവരെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒരു അന്തരീക്ഷം അവരെ കുടുംബത്തിൽ ഇല്ലാതെ വരികയും അവർക്ക് ആരോടും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പം ഇതെന്ത് ചെയ്യും, കുട്ടികളെ ഒന്നുകിൽ അവര് ലഹരിക്കടിമയാകും, അല്ലെങ്കിൽ അവരെ സൂയിസൈഡിലോട്ട് നയിക്കും. ഇപ്പം അതൊക്കെ എന്ന് വെച്ചാല് അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പാരന്റിങ്ങിൽ ഉണ്ടാവുക. അപ്പം ബ്രോക്കൺ ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളുള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് അവര് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില കുട്ടികൾ ആന്റി സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവാൻ കുട്ടികൾക്ക്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പാരൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ മക്കൾക്ക് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും വാത്സല്യവും സ്നേഹവും കൊടുക്കുക. എന്നിട്ട് അവരെ ചൈൽഡ്ഹുഡ് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡായി മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. അതിന് നിങ്ങൾ പാരൻസ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അവരൊരിക്കലും പിന്നെ നമുക്ക് നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അത് അവരെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് ആണെങ്കിലും അവരെ ഗൈഡ് ചെയ്യാനാണെങ്കിലും അവരെ സ്ട്രോങ് ആയിട്ടുള്ളത് അവരെ ലൈഫിലെ നെടുംതൂണുകളാണ് പാരൻസ് എന്ന് പറയുന്നത്. അവരെ വഴികാട്ടികളാണ്. അപ്പം ഏതൊരു പാരന്റും ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കള് എന്നെ അല്ലെങ്കിൽ റോൾ മോഡൽ ആക്കണം എന്നായിരിക്കും. കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികളുടെയും റോൾ മോഡൽസ് എന്ന് പറയുന്നത് അവരെ അമ്മയും അച്ഛനായിരിക്കും. പിന്നെ വലുതായി വരുമ്പോഴാണ് അവര് റോൾ മോഡൽസിനെയൊക്കെ മാറ്റുന്നത്. അപ്പം കുട്ടികളുടെ കുട്ടിക്കാലം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിക്കാലം മാറ്റുന്നതിന് എല്ലാ പാരൻസിനും സാധിക്കട്ടെ. അപ്പം ഈ ഒരു സെഷന് എനിക്ക് അവസരം തന്ന വിംബിൾ അക്കാഡമിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതെന്റെ അവസാനത്തെ സെഷനാണ് ഈ കോഴ്സിലുള്ള. അപ്പം ഇതോടുകൂടി എൻ്റെ ഈ ഒരു കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. സോ അർച്ചന മാമിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാം ഫോർ ദി സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് സ്നേഹ മാം. ഈ ഒരു ടോപ്പിക്കിനോട് ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിക്കാം. ഓക്കെ സ്നേഹാജി, ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഇത് കേട്ട് വളരെ മടുത്തു. ലൈഫിൽ ഒന്നും തന്നെ കണ്ടീഷൻ ഇല്ലാത്ത ഒന്നുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ആ ഡിസിപ്ലിനിൽ തന്നെ, അതായത് ഇന്നത് ഹോംവർക്ക് ചെയ്താൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഐ വിൽ അലോ യു ആഫ്റ്റർ യു ഫിനിഷ് യുവർ ഹോംവർക്ക്. അപ്പോൾ ഒരു കണ്ടീഷൻ ഇടുകയാണ് അവിടെ. യു ആർ പുട്ടിങ് എ കണ്ടീഷൻ ഫോർ സർട്ടൻ തിങ്സ് ടു ഹാപ്പൻ. ജീവിതത്തിൽ കണ്ടീഷൻ ഇല്ലാതെ ഒന്നുമില്ല. ഇത് എവിടെയോ ഒന്നതാണ് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞേച്ച്. നോ വേ. കണ്ടീഷൻ ഇട്ടേ പറ്റൂ. പിന്നെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ ഓൺലി ഐ വിൽ ഡു. അതുപോലെ മ്യൂച്വൽ, വേറൊരാൾ നമുക്ക് റെസ്പെക്ട് തരുന്നില്ല, വേറൊരാൾ ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഗിവിംഗ് ലവ്, then there's no way that person to expect unconditional love from me. എൻ്റെ അടുത്ത് അൺകണ്ടീഷണൽ ലവ് ഒരിക്കലും കിട്ടത്തില്ല. there's a condition that person should show or demonstrate love. അത്രയും മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ് സനയ മാം. ഓക്കെ സാർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മൾ ഈ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ന് പറയുമ്പം
നമുക്ക് നിരന്തരം നമ്മൾ പലപ്പോഴും പല ടോപ്പിക്കുകളിലും പലതും കേട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അത് ജീവിതത്തിൽ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ പല സെഷനുകളിലും പല പല വെബിനാറുകളിലായാലും ശരി, ഓഫ്ലൈൻ ആയാലും ശരി, ഓൺലൈനിലായാലും ശരി, നമ്മൾ എപ്പോഴും ഇതിനകത്ത് പല വാക്കുകളും നമ്മൾ കേൾക്കും. കാരണം എന്ന് വരെ പാരന്റിങ് ഉണ്ടോ അന്ന് വരെയും നമ്മൾ ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് പലരും അത് കേട്ടതിന് ശേഷം ചിലപ്പോൾ അത് മൈൻഡിൽ നിന്ന് വിട്ടു പോകുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാത്തവരായിരിക്കും. പക്ഷെ ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്നത് കൊണ്ട് ആൾക്കാർക്കിടയിലെങ്കിലും ഒരു കുറച്ചും കൂടെ ഓക്കെ, ഞാൻ അന്ന് കേട്ടിട്ട് ഞാൻ അത് പ്രവർത്തിച്ചിട്ടില്ല, ഇപ്പൊ ഒരു അടുത്ത സെഷനിലും അത് തന്നെ പറയുന്നു, അപ്പൊ അത് അത്രത്തോളം പ്രാധാന്യമുള്ള അർപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നിക്കൊണ്ട് പലരും അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യാൻ ഈ ഒരു സെഷൻ എനിക്ക് തോന്നുന്നു കൂടുതലും ഹെൽപ്ഫുൾ ആകുമെന്ന്. അതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളൂടെ മൈൻഡിലോട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷനിലൂടെ മാഡത്തിന് സാധിച്ചു. എനിവേ, താങ്ക് യു മാം, നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് തന്നതിൽ. താങ്ക് യു സർ. ഒരു കാര്യം കൂടി, ഇന്നത്തെ സെഷനിൽ ഇപ്പോഴും അവസാനം എത്ര പേരുണ്ട്? വെറും 6 പേര്. 6 പേരിൽ 3 പേര് ഭാരവാഹികളാണ്. അർച്ചനാജി, രത്നം അവർ വന്നിട്ട് ഇന്നത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ദെൻ സ്പീക്കർ. എന്തുകൊണ്ട്? അതിനെ വല്ലപ്പോഴും ചിന്തിക്കണം. പാരന്റിങ് എന്ന് പറഞ്ഞ് ഒരുപാട് ഓവർ ഡോസായി. അതുകൊണ്ട് മിക്കവർക്ക് താല്പര്യം ഇല്ല. പാരന്റിങ്ങിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. സോ ദാറ്റ് ഈസ് എ പോയിന്റ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ വന്നിട്ട് ഐ എം ലൈക്ക് എ മിറർ. ഞാൻ മിററാണ്, ഞാൻ കാണിക്കുകയാണ് എന്താണെന്നുള്ളത്. അപ്പൊ അതിന് കാര്യമായിട്ടൊന്ന് ആലോചിക്കുക, ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു. വേണു സാറേ, ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മളിതൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ട്രെയിനർ ആകാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ രത്ന മാം ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. നമുക്കൊരു ട്രെയിനിങ് മേഖലയിലേക്ക് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്നും. അപ്പൊ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അവർക്കൊരു പ്രചോദനമാകുന്ന രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവരുടെ പ്രസന്റേഷൻ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ മെച്ചപ്പെടുത്തണം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, അപ്പൊ അത് ആ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും എന്നുള്ളത് വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഹൈ ക്ലാസ് നമ്മളെല്ലാ ആൾക്കാരെയും വിളിച്ച് വെബിനാർ നടത്തി വലിയ രീതിയിൽ പോകുന്ന ഒരു പാരന്റിങ് സെക്ഷൻ ആണ് എങ്കിൽ സാറ് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ ഇത് നമ്മുടെ പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട് ഇതിന്റെ പിന്നിൽ, അല്ലേ? അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചില ചെറിയ വിട്ടുവീഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ വന്നെന്നിരിക്കാം. ഒരാളെങ്കിലും ഇതിന് സമാധാനത്തോടു കൂടി ഇരുന്ന് കേൾക്കാനുണ്ട് എങ്കിൽ അതുപോലും നമ്മളെ നിരുത്സാഹപ്പെടുത്തണ്ടല്ലോ എന്നാണ് ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റ് പറയുന്നത്. ഓക്കെ, ഗുഡ്. അനാസ്ജി, ഡു യു നോ എത്ര പേരാണ് ആദ്യം ഉണ്ടായിരുന്ന അറിയാമോ? ഇപ്പോഴ് 6ഉം 7ഉം. തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു നമ്പർ പറഞ്ഞേ നിങ്ങൾ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അറിയാമോ? ഏകദേശം ഒരു 8 ആൾക്കാരുണ്ടായിരുന്നു. ആ, ഇപ്പൊ ഞാൻ തന്നെ പല നല്ല അതെ. നല്ല ഒരുപാട് നല്ല അല്ലല്ല, അവിടെ അല്ലല്ലേ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യല്. ആ 12ൽ വന്നവര് അവരെന്തിനാണ് വന്നത് ആദ്യം? You must ask that question. Why 12 people showed up? Why then 5 people disappeared? നിങ്ങൾ എന്നെ കുറച്ചിരുന്ന് സാവധാനം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. ഓക്കെ. ഹലോ, സ്നേഹ മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. പാരന്റിങ്ങിനെ പറ്റി വളരെ നല്ലൊരു ഇതായിട്ട് പറഞ്ഞു മാം. സാറ് പറഞ്ഞ പോലെ ഇതൊരു ക്ലാസ് ആണല്ലോ സാറേ. അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ അവരെ കണക്കാക്കാൻ പറ്റിയ ഒരു കോഴ്സിന്റെ ഒരു ഇതാണല്ലോ, നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണണ്ടേ. ഒരു വെബിനാർ അങ്ങനെ ഫുൾ ഇതിലുള്ള വെബിനാർ അല്ലല്ലോ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ അത് നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സ്നേഹ മാം, ഈ ഒരു വിഷയം തന്നെ എടുത്ത് കൈകാര്യം ചെയ്തതിന്. ഇത് നമ്മൾ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അനസ് സാർ പറഞ്ഞത്. വിൻബിൾ അക്കാഡമിയുടെ മറ്റുള്ള വെബിനാറുകൾ, ഫ്രീ വെബിനാർസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം അല്ല ഇത്.
ഇറ്റ് ഈസ് ആക്ച്വലി പ്ലാറ്റ്ഫോം വെയർ ദ ട്രെയിനേഴ്സ്, ബഡ്ഡിംഗ് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, ഒരുപാട് വേദികളൊന്നും സംസാരിച്ചിട്ടുള്ളവരല്ല, ഒന്നും രണ്ടും, ചിലപ്പോൾ ആദ്യത്തെ വേദിയായിട്ട് ഈ ട്രെയിനേഴ്സ് ടോക്കിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇൻട്രോയിൽ തന്നെ പറയാറുണ്ട്. അതായത് നമ്മുടെ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അവർക്ക് നമ്മൾ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നതാണ് ഫോർ പ്രാക്ടീസ്. ഒരു 10 പേരുടെ മുമ്പിൽ പറഞ്ഞ് അവരുടെ ടെൻഷനും ഇതുമെല്ലാം മാറ്റാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലെ വെബിനാർസ് വരുന്നത്. വേർ ആസ് നമ്മുടെ വിൻബിൾ അക്കാഡമിയുടെ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വെബിനാറുകളെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ക്ലാസ്സസ് എടുക്കുന്നതാണ്. സോ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ റെസ്പോൺസസും എല്ലാം ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ടാവണം. ഒരുപാട് ധൈര്യം സംഭരിച്ച്, ഒരുപാട് എന്താ പ്രിപ്പറേഷനോടുകൂടി ടെൻസ്ഡ് ആയിട്ട്, അല്ലെ, കയ്യും കാലും വിറച്ചുകൊണ്ടൊക്കെയാണ് ഓരോരുത്തരും നമ്മൾ ട്രെയിനേഴ്സ് ടോക്കിൽ സെഷൻ എടുക്കുന്നത്. ദാറ്റ് ഇസ് ദിയർ ഫസ്റ്റ് അറ്റംപ്റ്റ്. സോ കാണുന്ന പ്രേക്ഷകരും നമ്മളിപ്പോഴും പറയാറുണ്ട്, ഇവിടെ വന്നിരുന്നതിനും നമുക്ക് സപ്പോർട്ട് തന്നതിനും ഒരുപാട് നന്ദി എന്ന് തന്നെയാണ് ഓരോ സെഷന്റെ അവസാനവും ഞാൻ പറയുന്നത്. ബിക്കോസ് ആ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് വീണ്ടും വീണ്ടും ധൈര്യം പകർത്താൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഏതൊരു ആളുടെയും ഫീഡ്ബാക്കിൽ ആണ് അവർ ഇനി അടുത്ത ഒരു സെഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ അത് നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വേണം എപ്പോഴും അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ. ഇറ്റ്സ് ആൻ ഹംബിൾ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്. So thank you, Sneha ma'am, for the session, and Ratnam ma'am for the great intro, and thank you to all, each and everyone for supporting us. So മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വെനസ്ഡേ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. അർച്ചനാജി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ. അതായത് Yes, ദിസ് sir. ഇസ് മൈ സജഷൻ, ഒരു പ്രാക്ടിക്കൽ സജഷൻ ഞാൻ പറയുന്നത്. Yeah, ഇതില് please. ഒരു ഏതൊരു ട്രെയിനറും ബഡ്ഡിങ്ങോ ചെയ്യലും ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്വന്തം ലൈഫിൽ ഉള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് പറയുമ്പോഴാണ് അതിന് കൂടുതൽ വെയിറ്റ് വരുന്നത്. മറ്റേത് വെറും തിയറട്ടിക്കലായിട്ട് ബുക്കിഷായിട്ട് മാറും. ഈ പറയുന്നത് ഞാൻ വെറുതെ ഫ്ലാറ്റർ ചെയ്യാനായിട്ടോ ഒന്നും പറയുന്നതല്ല, ഒരാളെ ബിലിറ്റ് ചെയ്യാനും പറയുന്നതല്ല. ഫാക്ട് എന്ന് വെച്ചാൽ റിയൽ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തു, അത് പറയുമ്പോഴാണ് യെസ് ഇറ്റ് ഈസ് ഡൂവബിൾ, അവരത് ചെയ്തു. അതല്ലാതെ നമ്മൾ ഇതിങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതല്ല. മറ്റേ APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ, എന്തുകൊണ്ടാണ് ആ ബുക്ക് മില്യൺസ് ഓഫ് കോപ്പീസ് എന്തുകൊണ്ട് വിറ്റ് പോയി? വിങ്സ് ഓഫ് ഫയർ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം ഈ ഇരിക്കുന്ന ഗ്രൂപ്പിൽ. അതിൽ അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഓരോന്നായിട്ട് പറഞ്ഞു വരികയാണ്. ആ സ്വന്തം ലൈഫിലുള്ള എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് അതിന്റെ ഇത് കിട്ടുന്നത്, കൂടുതൽ റിലവൻസ് വരുന്നത്. ഞാൻ എൻ്റെ വെബിനാർ നടത്തുമ്പോൾ അതിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ്, എൻ്റെ പ്രൊഫഷണൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ്, എൻ്റെ വെബിനാർ ആരെങ്കിലും യൂട്യൂബിൽ കയറി കണ്ടാൽ അറിയാം. അത് നരേറ്റ് ചെയ്യും. അതിനാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ യെസ്, യു എക്സ്പീരിയൻസ് ദിസ് വൺ, യു ഹാവ് ഡൺ ദിസ് വൺ, സോ ദാറ്റ് ഈസ് ക്വൈറ്റ് മോട്ടിവേറ്റിംഗ്, ദാറ്റ് ഈസ് ക്വൈറ്റ് ഇൻസ്പയറിംഗ് എന്നാണ് ഫീഡ്ബാക്ക് കിട്ടുന്നത്. റെഗുലറായിട്ട് വരുന്നവരും അതിൻ്റെ. അതുകൊണ്ട് സ്വന്തം അനുഭവത്തിലെ, ഇപ്പോൾ ഈ കാവ്യ എന്ന് പറയുന്ന അവർ തന്നെ സ്ഥലം വിട്ടോ, അവർ കാണാനില്ല. സ്നേഹ അവര് കാണാൻ. ലെഫ്റ്റായി പോയി. അപ്പോഴ് അവര് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരെ വളർത്താനായിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറയണം. അപ്പോഴാണ് Sir, അതിന്റെ ഇതിലെ ഇത് എനിക്ക് വരുന്നത്. sorry for interrupting you, but ആ, two things I have to mention in this. The first thing is, നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് സാറിന് അറിയുന്നുണ്ടാവില്ല. സോ ദിസ് ഇല്ല, ഇസ് സംതിങ് ദറ്റ് വി ഹാവ് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഈ എനിക്കറിഞ്ഞു. പറയുന്ന അതെ, അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരോട് എക്സ്പീരിയൻസസ്, സ്റ്റോറീസ് ഷെയർ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്ത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വരുന്നത്. ബട്ട് ഫോർ സം റീസൺസ് ചിലവര് ഒരു ഔട്ടർ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അവർ ടെൻസ്ഡ് ആവും. ചിലപ്പോൾ കോണ്ടന്റ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതുപോലെ റെൻഡർ ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യണ്ടേ, ലൈഫ് എക്സ്പീരിയൻസസ് ഇൻക്ലൂഡ് ചെയ്യണ്ടേ, നമുക്ക് ഇതിനൊരു പാറ്റേൺ ഉണ്ട്. വി ഹാവ് ഓൾറെഡി ട്രെയിൻ ദം ഫോർ ദിസ് പാറ്റേൺ. ബിക്കോസ് അനസ് പോലെയുള്ള സാറൊക്കെ നമ്മുടെ എന്താ പറയുന്നത്, ഒരുപാട് വേദികളിൽ ക്ലാസ് എടുക്കുന്ന സാറാണ്, നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. സോ ചില ആളുകൾ അതേ പാറ്റേൺ ഫോളോ ചെയ്ത് വരും, ചില ആളുകൾ അത് ചെയ്താണ് പഠിക്കുക. അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, വേണു സർ, യു ക്യാൻ നെവർ കമ്പയർ ദീസ് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് പീപ്പിൾ. സാറിന്റെ ഒരു ക്ലാസ്സിന് ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യമേ ഇവിടെ വരുന്നില്ല. ബിക്കോസ് സാർ എത്ര വെബിനാർസ് എടുത്തു, സാറിന്റെ പ്രൊഫൈൽ എന്താണ്. അപ്പൊ സാർ ഒരിക്കലും സാറിന്റെ ഓക്കെ. ക്ലാസ്സുകളിൽ ഇങ്ങനെയാണ്, ബിക്കോസ് അത്രയും ഓക്കെ അല്ലെ അർച്ചനാജി, versatile അർച്ചനാജി ആയിട്ട്. അല്ല Yes, yes. അർച്ചനാജി ഒരു സെക്കൻഡ്.
ഞാനും തുടക്കത്തിൽ ഒരിക്കൽ അത് ബിഗിനർ ആയിരുന്നല്ലോ ഒരിക്കൽ, അന്നു മുതൽ തന്നെ റൈറ്റ് ഫ്രം ബീങ് എ ബിഗിനർ, നോട്ട് ആസ് എ വെറ്ററൻ ആയിട്ടല്ല, ബിഗിനറിലും അത് തന്നെയാണ് ചെയ്ത് തുടങ്ങിയത്. ദാറ്റ് ഈസ് ഹൗ ഐ ബിക്കെയിം വെരി സക്സസ്ഫുൾ. ഇന്നല്ല, ആരംഭത്തിൽ നിന്ന് തന്നെ സ്വന്തം എക്സ്പീരിയൻസോടുകൂടി മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇപ്പോഴും. തുടക്കത്തിൽ എന്ത് ചെയ്തു അത് തന്നെയാണ് ഇപ്പോഴും. നോ ചേഞ്ച്. സാർ സാറ് പറയുന്നത് ഓക്കെ. അപ്പൊ സാർ ആ ഫീഡ്ബാക്കിനകത്ത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യായിരുന്നു, ഫീഡ്ബാക്ക് കൊടുക്കായിരുന്നു. നിങ്ങളുടെ സെക്ഷൻ എടുത്തപ്പോൾ ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, പേഴ്സണൽ ലൈഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മുൻതൂക്കം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേ, എങ്ങനെയൊക്കെ സാറ് പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ. ഇത് ഫസ്റ്റ് ഓക്കെ, എടുക്കുമ്പോൾ ആളിനെ ഫുള്ളായിട്ട് ഒരു നെഗറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ആവുമ്പം ആള് ഇനി ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പോലും ചിലപ്പോൾ മടിക്കും. ഇപ്പം സാറിന് അവിടെയാണ് ഫസ്റ്റ് അവിടെയാണ് Motivated കണ്ടീഷൻ ചെയ്യാൻ ചെയ്യേണ്ടത്. ആദ്യം space. ആദ്യം അല്ലല്ല, നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആവരുത്. നിങ്ങൾ ഇനിയും സൈക്കോളജിസ്റ്റ് ആണ്, നിങ്ങൾ ഇനിയും സെൻസിറ്റീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നോ. Everyone, sorry to interrupt, Venu sir again. Everyone, those who come to this platform are not psychologists, for your information. എല്ലാവരും സൈക്കോളജി കഴിഞ്ഞവരും സൈക്കോളജിസ്റ്റുകളും അല്ല. പീപ്പിൾ കം ഫ്രം ഡിഫറെന്റ് പ്ലേസസ്, ഡിഫറെന്റ് ഇതിൽ വർക്ക് ചെയ്യുന്നവരും നമ്മുടെ ഇതിലുണ്ട് സ്റ്റുഡൻസ് ആയിട്ട്. ഓരോരുത്തർ എല്ലാവരും സൈക്കോളജിസ്റ്റ് ആവണം എന്നില്ല. അല്ല, അഗ്രി. ഇന്നത്തെവര് MSW കഴിഞ്ഞവരാണ്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കർ. ഞാൻ MSW കോഴ്സിന്റെ നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിരുന്നു ലയോള കോളേജിൽ. അതാണ് ആ സബ്ജക്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അവരുടെ സിലബസിൽ. സോഷ്യോളജി, സൈക്കോളജി രണ്ടും ട്വിൻസ് പോലെയാണ്. സൈക്കോളജി അറിഞ്ഞവരെ പിന്നെ സോഷ്യോളജി പറ്റത്തുള്ളൂ. ഒരു സോഷ്യൽ വർക്കർ ആകണമെന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ സോഷ്യൽ വർക്കർ സൈക്കോളജിസ്റ്റ് ആയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പിന്നെയും ഡിഫെൻസീവ് ആയിട്ട് കാര്യമില്ല, ഡിഫെൻസീവ് ആകരുത്. Yes, sir. Thank you so much for your Right. inputs. അപ്പൊ എന്തായാലും റിയലി സോറി, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. 8 o'clock നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോമിൽ സെഷനും ക്ലാസ്സും ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് വേണു സർ ഫോർ യുവർ ഇൻപുട്ട്. താങ്ക് യു എവ്രി വൺ. അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും ഫാക്ട്സും ട്രൂത്തേ പറയത്തുള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പെർസെപ്ഷനാണ്. ഐ ആം ഗിവിങ് ജസ്റ്റ് ടു ഹെൽപ്പ് എ പേഴ്സൺ. ഓരോരുത്തരും വളരെ സക്സസ്ഫുൾ ആണെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക്. ഓരോരുത്തരും വെരി സക്സസ്ഫുൾ ട്രെയിനറാണ്, വെരി സക്സസ്ഫുൾ സൈക്കോളജിസ്റ്റ് ആണ്. അതിന് ആ മെഡിക്കൽ ഡോക്ടർ ആകുമ്പോൾ ബിറ്റർ ഇതാണ് മെഡിസിനാണ്. ബിറ്റർ മെഡിസിൻ വർക്ക്സ് ബെറ്റർ. ബിറ്റർ പില്ലാണ് മിക്കപ്പോഴും. ഷുഗർ കോട്ടഡ് ആയിട്ട് പറയരുത്. ഷുഗർ കോട്ടിംഗ് ആണ് മിക്കപ്പോഴും ദോഷം ചെയ്യുന്നത്. ആ യാഥാർത്ഥ്യം അതുപോലെ പറയണം. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. എനിക്ക് ഈ വന്ന മറ്റേ സ്നേഹ ആരും എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു വിരോധവും ഇല്ല. ഈ അർച്ചനാജി നിങ്ങൾ തന്നെ കേട്ട് കാണും. ചില വെബിനാറിൽ ഞാൻ നല്ല ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. ചില എക്സലന്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ട് കാണും. അർച്ചനാജി നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ ഞാനങ്ങനെ പറ്റത്തില്ല. പറഞ്ഞില്ലല്ലോ സർ. ഞാൻ അല്ല, അങ്ങനെ ഞാൻ ഒരു പറയായിരുന്നു. വാചകം പറഞ്ഞില്ലല്ലോ. ഇദ്ദേഹം അനാസ് ഇനുമ്പ് കേട്ടിട്ടില്ല എന്നെ. അതുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് ആദ്യമേ ഇങ്ങനെ പറയണമെന്ന് പറയുന്നത്. അല്ലല്ല, Anas ആ has been there in many sessions of yours. സാറും അനസും തന്നെ, അനസിന്റെ തന്നെ സെഷനുകൾ സാറ് കേട്ട് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു യെസ്. ഉദാഹരണം കൊണ്ടാണ് അനസ് ഗീവ് അങ്ങനെ യു കാരണം ഞാൻ റെസ്പോൺസ് വന്നിട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ബട്ട് ഹി കൊള്ളാന്നുണ്ടെങ്കിൽ, വാസ് ജസ്റ്റ് he അല്ല was just അല്ല letting you know. കൊള്ളാന്നുണ്ടെങ്കിൽ സാറിന് അത് കൊള്ളാന്നുണ്ടെങ്കിൽ definitely sir. കൊള്ളാന്നുണ്ടെങ്കിൽ കൈ അടിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതിൽ പോരാന്നുണ്ടെങ്കിൽ വിത്ത് ഫാക്റ്റ് ആണ്. ഞാൻ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. വൈ എന്ന് പറയും. അതേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു. Thank you, sir. സാർ ഒരു